കേവലം ഒരു മൃഗമായിരുന്നില്ല അവൻ. ഗുരുവായൂരപ്പൻ്റെ അടിയുറച്ച ഭക്തനായിരുന്നു. നിലമ്പൂർ കാടുകളിൽ നിന്നും ഗുരുവായൂർ നടയിലെത്തിയ കേശവൻ പിന്നീട് ഭക്തരുടെ ഹൃദയം കവർന്ന ഗജരാജനായി മാറി. ഭഗവാന്റെ തിടമ്പുയേറ്റാൻ കേശവന് പ്രത്യേകമായൊരു വാശിയുണ്ടായിരുന്നു. കൃഷ്ണവിഗ്രഹമല്ലാതെ മറ്റാരെയും തൻ്റെ പുറത്തേറ്റാൻ അവൻ അനുവദിച്ചിരുന്നില്ല. ഉത്സവ എഴുന്നള്ളത്തുകളിൽ മണിക്കൂറുകളോളം അനങ്ങാതെ നിൽക്കുന്ന കേശവൻ മനുഷ്യരെക്കാൾ വലിയ ആത്മീയ ബോധമുള്ളവനാണെന്ന് ഭക്തർ വിശ്വസിച്ചു. മറ്റു ആനകൾ പോലും ഈ ഗജരാജനോട് ബഹുമാനം കാണിച്ചിരുന്നു. ഒടുവിൽ ഒരു ഗുരുവായൂർ ഏകാദശി നാളിൽ ആ അത്ഭുതം സംഭവിച്ചു. അന്ന് പുലർച്ചെ ക്ഷേത്രത്തിന് അഭിമുഖമായി നിന്ന് തുമ്പിക്കൈ ഉയർത്തി ഭഗവാനെ വണങ്ങി അവൻ ഈ മണ്ണിൽ വീണു. ഭഗവാനിലേക്ക് ചേരാൻ ആ പുണ്യദിനം വരെ അവൻ കാത്തിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു.